ബാങ്കിങ് അവയർനെസ്സിലെ ഇന്നത്തെ ടോപ്പിക്ക് NPA ആൻഡ് SMA. NPA മീൻസ് നോൺ പെർഫോമിംഗ് അസറ്റ്, SMA മീൻസ് സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട്. നമുക്ക് ആദ്യം NPAയിലോട്ട് കിടക്കാം. NPA മീൻസ് നമ്മളൊരു ലോൺ ഓർ അഡ്വാൻസ് വിച്ച് ഈസ് നോട്ട് ജനറേറ്റിംഗ് ഇൻകം. അതാണ് മെയിൻലി പറയുന്നത് NPA എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ വരുമാനം ബാങ്കിനെ സംബന്ധിച്ച് അതിന് ഇൻകം വരുന്നില്ല. അപ്പോൾ an account becomes NPA if the payment overdue for 90 days. 90 ഡേയ്സിലും പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ അത് NPA ആയിട്ട് മാറും. അപ്പോൾ ഇതിന് 3 കാറ്റഗറി പറയാൻ പറ്റും: സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ്. സബ്സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ NPA ആയിട്ട് 1 ഇയർ, NPA അപ് ടു 1 ഇയർ ആണ് എന്താണ് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. NPA മോർ ദാൻ 1 ഇയർ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഡൗട്ട്ഫുള്ളായി. അപ്പോൾ അപ് ടു 1 ഇയർ എന്താണ് സബ്സ്റ്റാൻഡേർഡും, മോർ ദാൻ 1 ഇയർ ഡൗട്ട്ഫുള്ളുമായി. പിന്നെ കിട്ടാത്തതാണ്, പൈസ തിരിച്ച് വരികയും ചെയ്യില്ല, അതാണ് എന്താണ് ലോസ് അസറ്റ്. അൺകളക്റ്റബിൾ ആണ് ലോസ്. ഇപ്പോൾ 3 കാറ്റഗറി. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴേക്കും NPA അപ് ടു 1 ഇയർ, മോർ ദാൻ 1 ഇയർ ആയാൽ എന്താവും? ഡൗട്ട്ഫുൾ ആവും. കിട്ടാക്കണം എന്ന് വെച്ചാൽ എന്താണ്? അൺകളക്റ്റബിൾ, അതാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു അക്കൗണ്ട്, കാരണം NPA ആവുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ നോക്കാം. NPA ആവുന്നതിന് മുൻപുള്ള സിറ്റുവേഷൻ, അപ്പോൾ അതിൻ്റെ പേരാണ് സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട്. ഇപ്പോൾ ബാങ്ക്സ് എല്ലാം കഴിയുന്ന NPA കുറയ്ക്കാൻ നോക്കും. അപ്പോൾ അതിന് മുമ്പേ 90 ഡേയ്സിന് മുമ്പ് തന്നെ 3 കാറ്റഗറി വേറെയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് എന്താണ്? SMA, ഇതാണ് സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട്. അതിന് 3 എണ്ണം: SMA 0, SMA 1, SMA 2, അങ്ങനെ 3 എണ്ണം ഉണ്ട്. SMA 0, SMA 1, SMA 2. അതിൽ 1 to 30 ഡേയ്സ്, നേരത്തെ 90 ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 1 to 30 ഡേയ്സ് വരുമ്പോൾ തന്നെ അതെന്തായിട്ട് മാറും? ഓവർഡ്യൂ വന്നാൽ അതെന്താണ്? SMA 0 ആണ്, 1 to 30 ഡേയ്സ്. പിന്നെ അടുത്ത 31 to 60 ഡേയ്സ് വന്നാൽ SMA 1 ആണ്. 31 to 60 വന്നാൽ SMA 1. 61 to 90 വന്നാൽ അത് SMA 2 ആണ്. SMA 2, 0, 1, 2. SMA 0 ആണെങ്കിൽ അപ് ടു എന്താണ്? 1 to 30 ഡേയ്സ്. SMA 1 ആണെങ്കിലോ 31 to 60 ഡേയ്സ്. SMA 2 ആണെങ്കിൽ എന്താണ്? 61 to 90 ഡേയ്സ്. ബാക്കി അതിന് ശേഷമാണ് 90 ഡേയ്സ് ആകുമ്പോഴാണ് NPA എന്ന് പറയുന്നത്. ഇപ്പോൾ NPA ആകുന്നതിന് മുമ്പ് തന്നെ ബാങ്ക്സ് എല്ലാം ഇത്ര പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കമ്മിങ് വീഡിയോസിൽ ഷെയർ ചെയ്യാം. ഓക്കെ.